നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് പോരാടാൻ ഇന്ത്യയും ഇസ്രായേലും പ്രതിരോധ രംഗത്ത് സഹകരണം ശക്തമാക്കും. ക്വാണ്ടം മേഖലകളിൽ സഹകരണത്തിന് ധാരണ. ഇസ്രായേലുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുന്നു. കഴുത്തിലെ വേദനയ്ക്ക് കുറവെന്ന മെഡിക്കൽ റിപ്പോർട്ട്. കോൺഗ്രസ് ഓഫീസിന് തീയിട്ടും റീത്തുവെച്ചും പ്രതിഷേധം തുടരുന്നു. കേസിലെ പ്രതി ബിദുനെതിരെ വടകര സഹാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ ഭീഷണി. വീണ ജോർജിനെ ആക്രമിക്കുന്ന ദൃശ്യം നൽകുന്നവർക്ക് 1 ലക്ഷം രൂപ സമ്മാനം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസും 1 പവൻ നൽകാമെന്ന് KSU. കേരള സ്റ്റോറി 2ാം ഭാഗം റിലീസ് തൽക്കാലത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. 15 ദിവസത്തേക്ക് റിലീസ് പാടില്ല. സിനിമ പ്രഥമ ദൃഷ്ട്യാ മതസൗഹാർദ്ദത്തിന് ഭീഷണിയെന്ന് കോടതി. സെൻസർ ബോർഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനുമതി നൽകിയെന്ന് വിമർശനം. ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചതിനെതിരെ ഇടതുപക്ഷ തൊഴിലാളി സംഘടന CITU ഹൈക്കോടതിയിൽ. തൊഴിലാളികൾക്ക് അധിക ഭാരമെന്ന ആരോപണം. സർക്കാർ അബ്കാരി ചട്ടം ലംഘിച്ച് ബാർ ഉടമകളെ സഹായിച്ചുവെന്ന് തൊഴിലാളി സംഘടന. ജുഡീഷ്യറിയിൽ അഴിമതി എന്ന പാഠഭാഗം ഉൾപ്പെടുത്തിയതിൽ സുപ്രീം കോടതിയിൽ ക്ഷമാപണവുമായി NCERT. കരുതിക്കൂട്ടിയുള്ള നീക്കമെന്നും ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും ചീഫ് ജസ്റ്റിസ്. പാഠഭാഗം തയ്യാറാക്കിയത് UGCയുമായി ബന്ധമില്ലാത്തവരെന്ന് കേന്ദ്രം. പുസ്തകം നിരോധിച്ച് സുപ്രീം കോടതി. അച്ചടിച്ച കോപ്പികൾ പിടിച്ചെടുക്കാൻ നിർദ്ദേശം. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ന് നിർണായകം. സെമി സാധ്യത നിലനിർത്താൻ സിംബാബ്വെക്കെതിരെ വൻ ജയം അനിവാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം തുടരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതിരോധം, സാങ്കേതികവിദ്യ, കൃഷി തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി അറിയിച്ചു. ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന രീതിയിലായിരിക്കും ഈ കരാർ. भारत के सीधे सुरक्षा हित जुड़े हैं, इसलिए हमने शुरुआत से ही संवाद और शांतिपूर्ण समाधान का समर्थन किया है. यही ग्लोबल साउथ और पूरी मानवता की पुकार है. भारत की सोच स्पष्ट है. ह्यूमैनिटी मस्ट नेवर बिकम अ विक्टिम ऑफ कॉन्फ्लिक्ट. गाजा पीस प्लान से शांति का एक रास्ता बना है. भारत ने इन प्रयासों का पूर्ण समर्थन किया है. भविष्य में भी हम सभी देशों के साथ संवाद और सहयोग जारी रखेंगे. एक्सेलेंसी, माय डियर फ्रेंड, आपकी आत्मीयता और गर्मजोशी ने मेरी यात्रा को यादगार बना दिया है. KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ മന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. കഴുത്തിനേറ്റ പരിക്കിന്റെ വേദനയിൽ കുറവുണ്ട്. രക്തസമ്മർദ്ദം സാധാരണ നിലയിലാണെന്ന് മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചു. ന്യൂറോ സർജൻ അടങ്ങുന്ന വിദഗ്ധ സംഘമാണ് ചികിത്സയുടെ മേൽനോട്ടം വഹിക്കുന്നത്. അതേസമയം ഇന്നലെ രാത്രിയിലും പുലർച്ചെയും കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ അക്രമമുണ്ടായി. കൊളശ്ശേരിയിൽ കോൺഗ്രസ് ഓഫീസിന് മുൻപിൽ റീത്തുവെച്ചു. കലിൽ താഴെയിലെ പറാൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് തീയിട്ടു. പട്ടാരിയിലും മാത്തിലും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ അക്രമമുണ്ടായി. CPM പ്രവർത്തകർ വ്യാപകമായി അക്രമം അഴിച്ചുവിടുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഇന്നലെ മന്ത്രിക്കെതിരെയുള്ള ആക്രമണ പരാതിയിൽ അറസ്റ്റിലായ 5 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം തടഞ്ഞ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെയും കണ്ണൂർ ടൗൺ പെരിങ്ങോം പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. സ്പീക്കർക്കെതിരെ രമേശ് ചെന്നിത്തല. സ്പീക്കർക്ക് രാഷ്ട്രീയമുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ സ്പീക്കർക്ക് എന്തു പറ്റിയെന്നറിയില്ല. N. ഷംസീർ പദവിയുടെ വില കളയരുത്. സ്പീക്കർ DYFI പ്രവർത്തകനെ പോലെ പെരുമാറിയെന്നും ചെന്നിത്തല ആരോപിച്ചു. ഇപ്പോൾ അദ്ദേഹം നിയമസഭാ സ്പീക്കറാണെന്ന് ഓർക്കണമെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. പ്രതിഷേധമല്ല സുഹൃത്തെ, അക്രമം.
അക്രമം അങ്ങനെ പറയൂ. പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ഒരു അക്രമത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നതിന് ആരെ ആക്രമിച്ചെന്നാണ് പറയുന്നത്? എവിടെയാണ് അക്രമം ഉണ്ടായത്? CCTVയിലൂടെ കേരളം മുഴുവൻ കണ്ടില്ലേ? പണ്ടായിരുന്നെങ്കിൽ ഇതാകാമായിരുന്നു. കാരണം അന്നൊന്നും ഈ വിഷ്വൽ മീഡിയയോ ചാനലുകളോ ഒന്നും ഇല്ലായിരുന്നു, സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. കള്ളം പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. നട്ടാൽ കുരുക്കാത്ത നുണയാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ജനങ്ങളുടെ പറഞ്ഞ് പ്രചരിപ്പിക്കും. പക്ഷേ ഇന്നെല്ലാവർക്കും മനസ്സിലായ കാര്യം എന്താണ്? കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ്. ഞാനതാ പറഞ്ഞത്. അംഗരക്ഷകർ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ട് അടിച്ചിട്ട് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞു. ഒരു കേസെടുത്തിട്ടില്ല അവരുടെ പേരിൽ, അടിച്ചവരുടെ പേരിൽ. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. നമ്മുടെ ആരോഗ്യമന്ത്രി ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കൊടുക്കേണ്ട ഒരാളാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു. മികച്ച നടിക്കുള്ള അവാർഡ് അവർക്ക് എന്തായാലും കൊടുക്കേണ്ട കാര്യമാണ്. മന്ത്രി വീണ ജോർജിന് നേരെ ഉണ്ടായത് വധശ്രമമെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. അക്രമത്തെ വെള്ളപൂശാനുള്ള ശ്രമങ്ങൾ ചില കോണുകളിൽ ആരംഭിച്ചിട്ടുണ്ട്. മന്ത്രിക്കെതിരായ അതിക്രമത്തിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ജനാധിപത്യപരമായ പ്രതിഷേധം CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും രാജു എബ്രഹാം പറഞ്ഞു. പുറകിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ഞാൻ ഇന്നലെ തന്നെ അത് വ്യക്തമാക്കിയതാണ്. ആ ഗൂഢാലോചന കേരളത്തിലെ സ്വകാര്യ വൻകിട ആശുപത്രികൾ ഏറ്റെടുത്ത വൻകിട കോടീശ്വര കമ്പനികളാണ്. അവരുടെ അച്ചാരം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം ഇന്ന് വ്യാജ ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പ്രതിഷേധം CPM ആഘോഷിക്കുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. മന്ത്രിക്ക് എന്ത് പരിക്കാണ് പറ്റിയതെന്ന് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വരട്ടെയെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. മന്ത്രിയെ ആക്രമിച്ചെന്ന പേരിൽ 5 പേർക്കെതിരെ വധശ്രമത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത്. ജീവഹാനിക്ക് കാരണമായേക്കാവുന്ന എന്ത് പരിക്കാണ് ഉണ്ടായതെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്നാൽ മാത്രമേ അറിയാൻ കഴിയൂവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഇപ്പോൾ CPM ആ പ്രതിഷേധം വളരെ ആഘോഷിക്കുന്ന മട്ടിലാണ് ഞാൻ കാണുന്നത്. പക്ഷെ സംഭവിച്ചത് എന്താണ് എന്നുള്ളതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ആ പരിക്കിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ, ജനങ്ങളറിയട്ടെ. എന്നിട്ട് അത് പരിശോധിച്ചിട്ടുള്ള ഡോക്ടർമാരുണ്ടല്ലോ, അതിന് മുകളിലുള്ള ഡോക്ടർമാരുണ്ടല്ലോ, അവരൊന്ന് പരിശോധിക്കട്ടെ. ഇതിനകത്ത് എന്താണ് ഗൗരവം, ഏത് രൂപത്തിലുള്ള പരിക്കാണ്, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ജനങ്ങൾക്കറിയാൻ കഴിയണ്ടേ. നമ്മളവിടെ നിന്ന് കണ്ട ചില സീൻസുണ്ട്. ചിലപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ആ സമയത്തുള്ള നമ്മളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന സീനിൻ്റെ ആ രൂപത്തിലായിരിക്കണമെന്നില്ല അവിടെ ഉണ്ടായ യഥാർത്ഥ സംഭവം. അതുകൊണ്ട് ആ പരിക്കിൻ്റെ വിവരങ്ങളെല്ലാം പുറത്തു വരട്ടെ. മെഡിക്കൽ ബോർഡിൻ്റെ പേരിലാണിത് വന്നത്. അത് സംസ്ഥാന തലത്തിലുള്ളൊരു മെഡിക്കൽ ബോർഡ് പരിശോധിക്കട്ടെ. പരിശോധിച്ചിട്ട് ഇതിൽ ജീവഹാനിക്ക് ഉണ്ടാകുന്ന രൂപത്തിൽ ഏത് പരിക്കാണ് ഉണ്ടായത് എന്ന് ജനങ്ങളോട് വിശദീകരിക്കട്ടെ. വധശ്രമം എന്ന് പറയുമ്പോൾ കണ്ണുരുട്ടി കാണിച്ചാലും വധശ്രമം എന്ന് പറയാൻ പറ്റുമല്ലോ. എന്തെങ്കിലും ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. കാരണം കേരളത്തിലെ ഒരു മന്ത്രി, ആ മന്ത്രിക്ക് അങ്ങനെ ഒരു ക്ഷതയാക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കല്ലെറിഞ്ഞിട്ടുള്ള ആളുകൾ അവരും ഈ കൂട്ടത്തിൽ ബഹളം ഉണ്ടാക്കാൻ കൂടിയിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവത്തിലെ പ്രതി വടകര സ്വദേശി മിഥുനെതിരെ ഭീഷണിയുമായി ഫേസ്ബുക്ക് പോസ്റ്റ്. വടകര സഹാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലാണ് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. നിനക്കുള്ള ചായയും വടയും ഞങ്ങൾ വടകരയിൽ തരും എന്നതാണ് പോസ്റ്റ്. മറക്കാതെ പക ഞങ്ങൾ കാത്തുസൂക്ഷിക്കുമെന്നും പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. നിലവിൽ മിഥുൻ റിമാൻഡിലാണ്. കൊല്ലത്ത് SFI പ്രതിഷേധ പ്രകടനത്തിനിടെ UDF ഫ്ലക്സുകൾ നശിപ്പിച്ചു. മന്ത്രി വീണ ജോർജിനെതിരായ KSU അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. SN കോളേജിൽ നിന്നും ചിന്നക്കട വരെയുള്ള പുതുയുഗയാത്ര ഫ്ലക്സുകളാണ് നശിപ്പിച്ചത്. കൊല്ലത്ത് DYFI നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ അധിക്ഷേപ മുദ്രാവാക്യം. ചിന്താ ജെറോം പങ്കെടുത്ത പ്രകടനത്തിലാണ് അധിക്ഷേപ മുദ്രാവാക്യം ഉയർന്നു വന്നത്. ഇന്നലെ രാത്രിയിലായിരുന്നു പ്രകടനം. വൈകാരികമായ ഒരു പ്രതിഷേധമായിരുന്നു നടന്നതെന്നും എന്നാൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ല എന്നും ചിന്താ ജെറോം പറഞ്ഞു. തുടക്കത്തിൽ മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിച്ചു. തെറ്റായ വാക്കുകൾ ഉയർന്നപ്പോൾ അത് വിലക്കിയെന്നും ചിന്താ ജെറോം പറയുന്നു. സംബന്ധിച്ചും പുരോഗമന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും നമുക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്. നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കൊപ്പവും അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യർക്കൊപ്പവും നിൽക്കുന്ന പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്സാണ്. ഞാൻ എല്ലാ ഘട്ടത്തിലും സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ്.
അത് ചെറിയ പ്രതികരണങ്ങളിലാണെങ്കിൽ പോലും വാക്കുകളിലാണെങ്കിൽ പോലും അത് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന വിഷ്വൽ എന്നൊക്കെ പറയുന്നത് കട്ട് ചെയ്തെടുക്കുന്ന വിഷ്വൽ മാത്രമാണ്, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത് ആദ്യമായിട്ടല്ലല്ലോ എന്നെ ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഒരു തവണ ആ സ്ക്രോള് കണ്ടുപോകുന്നവർ വിചാരിക്കുക ഞാനേതോ യോഗത്തിൽ പ്രസംഗിച്ചു, അല്ലെങ്കിൽ ഞാൻ അസഭ്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ അസഭ്യം പറയുന്ന ഒരാളാണ്. ഇതൊക്കെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതല്ലേ. ഇത് കണ്ടുപോകുന്ന മനുഷ്യർ എന്നെക്കുറിച്ച് എന്താണ് കരുതുക? അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടാണോ നിങ്ങൾ എന്നെ ഇങ്ങനെ ആക്രമിക്കുക? അത് ഇങ്ങനെ ആക്രമിക്കുന്നവർ, മുഖമില്ല പ്രൊഫൈലുകളിലൂടെ ഇത് പ്രചരിപ്പിക്കുന്നവർ, അതുപോലെ തന്നെ വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ മറ്റൊരു തരത്തിൽ മാനസികമായിട്ട് എന്നെയും ഞാൻ സ്നേഹിക്കുന്ന കുടുംബത്തെയും എൻ്റെ സുഹൃത്തുക്കളെയും സഖാക്കളെയും വേദനിപ്പിക്കുന്ന ഒരു പരാമർശം തന്നെയല്ലേ ഇങ്ങനെ അസഭ്യം പറഞ്ഞു, തെറി വിളിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പം അത്തരം പ്രചരണങ്ങൾ നടത്തുന്നവർ അതിൽ നിന്നും പിന്നോട്ട് പോകണം, വസ്തുതകൾ മനസ്സിലാക്കണം. ഇത്തരം മുദ്രാവാക്യം വിളികൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ വൈകാരികമായ ഏതെങ്കിലും മുദ്രാവാക്യം വിളി ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അതൊക്കെ വിലക്കാനുള്ള പൊളിറ്റിക്സ് ഞങ്ങൾക്കറിയാം. അത് വിലക്കിയിട്ടുമുണ്ട്, ഏറ്റുവിളിച്ചിട്ടില്ല. പിന്നീട് തിരുവനന്തപുരം സർക്കാർ ലോ കോളേജിൽ KSU പ്രവർത്തകരെ ക്ലാസിൽ തടഞ്ഞുവെച്ച SFI പ്രവർത്തകർ മന്ത്രി വീണ ജോർജിനെ കണ്ണൂർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്നുണ്ടായ വിഷയത്തിൽ KSU നടത്തിയ ക്ലാസ് ക്യാമ്പയിനെ ചോദ്യം ചെയ്താണ് പെൺകുട്ടികളടക്കം KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ ക്ലാസിൽ അടച്ചുപൂട്ടിയത്. മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവം രാഷ്ട്രീയ നാടകമാണെന്ന് മാത്യു കുഴൽനാടൻ MLA. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം മാത്രം പ്രത്യക്ഷപ്പെട്ട മന്ത്രിയുടെ കഴുത്തുവേദന എവിടെ നിന്ന് വന്ന് എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇത്തരം നാടകങ്ങളിലൂടെ മന്ത്രി എന്ന നിലയിലുള്ള വീണ ജോർജിന്റെ വിശ്വാസ്യത ഒന്നുകൂടി തകർന്നിരിക്കുകയാണെന്നും കുഴൽനാടൻ തൊടുപുഴയിൽ പറഞ്ഞു. വിവാദമായ ദ കേരള സ്റ്റോറി 2 സിനിമ റിലീസ് തടഞ്ഞ ഹൈക്കോടതി. നിർമ്മാതാക്കൾക്ക് വൻ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. ചിത്രത്തിന്റെ റിലീസ് കോടതി സ്റ്റേ ചെയ്തതോടെ ദ കേരള സ്റ്റോറി 2 നാളെ റിലീസ് ചെയ്യാനാകില്ല. കേരള സ്റ്റോറി 2-ന് പ്രദർശനാനുമതി നൽകരുതെന്നും സെൻസസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. 15 ദിവസത്തേക്കാണ് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. സിനിമ പ്രഥമ ദൃഷ്ട്യാ മതസൗഹാർദ്ദത്തിന് ഭീഷണിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സെൻസർ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും കോടതി അറിയിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പത്മഭൂഷൺ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. സംസ്ഥാന സർക്കാരിനും വെള്ളാപ്പള്ളിക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷണം നൽകിയ നടപടി ശരിയല്ല എന്നാണ് ഹർജിയിൽ പറയുന്നത്. ശ്രീനാരായണ ധർമ്മ പ്രബോധന സംരക്ഷണ സമിതിയാണ് കോടതിയെ സമീപിച്ചത്. നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ച് പരാമർശമുള്ള 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകം നിരോധിച്ച് സുപ്രീം കോടതി. പാഠഭാഗം പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. ജുഡീഷ്യറിയുടെ അന്തസ്സ് താഴ്ത്തിക്കെട്ടാൻ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ഉത്തരവാദികളുടെ തലകൾ ഉരുളുമെന്നും ചീഫ് ജസ്റ്റിസ് മുന്നറിയിപ്പ് നൽകി. സമൂഹത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ പങ്ക് എന്ന 8ാം ക്ലാസ് NCERT പാഠപുസ്തകത്തിലെ 4ാം അധ്യായത്തിലാണ് വിവാദ പരാമർശങ്ങൾ ഉണ്ടായത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്ത് കോടതികളിൽ കേസുകൾ കുന്നുകൂടി കിടക്കുന്നതിനോടൊപ്പം അഴിമതിയും ഒരു വെല്ലുവിളിയായി എന്ന് ഉൾപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെയാണ് രൂക്ഷമായി കോടതി വിമർശിച്ചത്. പാഠപുസ്തകത്തിലെ ജുഡീഷ്യറിയെ സംബന്ധിച്ചുള്ള പാഠഭാഗം നിരോധിച്ച സുപ്രീം കോടതി ഒരു രീതിയിലും ഈ ഭാഗങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. പ്രിന്റ് കോപ്പികൾ പിടിച്ചെടുക്കുവാൻ നിർദ്ദേശം നൽകി. വിദ്യാഭ്യാസ സെക്രട്ടറി അടക്കം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. ജുഡീഷ്യറിയുടെ അന്തസ്സ് താഴ്ത്തിക്കെട്ടാൻ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ഉത്തരവാദികളുടെ തലകൾ ഉരുളുമെന്നും മുന്നറിയിപ്പ് നൽകി. സംഭവത്തിൽ നിരുപാധികം മാപ്പ് പറയുന്നുവെന്ന് കേന്ദ്രം അറിയിച്ചു. ഗുരുതര ഗൂഢാലോചന നടന്നോ എന്ന് സംശയിക്കുന്നതായി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. കണക്ക് കൂട്ടിയുള്ള നീക്കമാണെന്നും ചീഫ് ജസ്റ്റിസ് കൂട്ടിച്ചേർത്തു. കേസുകൾ കെട്ടിക്കിടക്കുന്നതിനെക്കുറിച്ച് പറയുന്നു, എന്നാൽ എത്ര കേസുകൾ വേഗത്തിൽ തീർക്കുന്നു അതൊന്നും പറയാതെയാണ് പടം തയ്യാറാക്കിയതെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി.
ജുഡീഷ്യറിക്ക് നേരെ വെടിയുതിർക്കുകയും ജുഡീഷ്യറിയുടെ രക്തം ഒഴുക്കുകയുമാണ് ചെയ്യുന്നതെന്നും ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. ഉത്തരവാദികളെ കണ്ടെത്തണം. ജുഡീഷ്യറി മൗലികാവകാശങ്ങളുടെ സംരക്ഷകരാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം മാധ്യമങ്ങളാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് സോളിസിറ്റർ ജനറൽ അറിയിച്ചു. കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പിഴവിൽ NCERT ഖേദം പ്രകടിപ്പിച്ചു. അപ്രായോഗികമായ കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെട്ടത് ബോധപൂർവമല്ലെന്നും ഒരു ഭരണഘടനാ സ്ഥാപനത്തെയും താഴ്ത്തിക്കെട്ടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും NCERT പ്രസ്താവനയിൽ പറഞ്ഞു. വിവാദ ഭാഗങ്ങൾ പുനഃപരിശോധിക്കുമെന്നും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി 2026-27 അധ്യയന വർഷത്തിൽ പുതിയ പുസ്തകം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇടുക്കി ജില്ലാതല പട്ടയമേളയിൽ 2017 പട്ടയങ്ങൾ വിതരണം ചെയ്തു. നിയമക്കുരുക്കുകൾ ഒഴിവാക്കി പരമാവധി പേർക്ക് പട്ടയങ്ങൾ നൽകാൻ സർക്കാർ അതിവേഗം നടപടികൾ സ്വീകരിക്കുകയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന 7ാമത് പട്ടയമേളയാണ് ചെറുതോണിയിൽ നടന്നത്. 2016 മുതൽ ഇടുക്കി ജില്ലയിൽ ഇതുവരെ 43,613 പട്ടയങ്ങൾ വിതരണം ചെയ്തു. കാലങ്ങളായി തടസ്സപ്പെട്ട് കിടന്ന മാങ്കുളം മിച്ചഭൂമി വിതരണത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് പട്ടയ വിതരണത്തിന്റെ അടുത്ത ഘട്ടത്തിന് മേളയിൽ തുടക്കമായി. നാളുകളായി പട്ടയം ലഭിക്കാതിരുന്ന ചിന്നക്കനാൽ വില്ലേജിലെ മുത്തമ്മ ഉന്നതിയിലെ 238 കുടുംബങ്ങൾക്കും പട്ടയങ്ങൾ വിതരണം ചെയ്തു. കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം 1964 ഭൂപതിവ് ചട്ടങ്ങൾ പ്രകാരം പട്ടയം അനുവദിക്കുന്നതിനുള്ള തടസ്സം നീങ്ങി. ഇതോടെ ഭൂമിപതിവ് ഓഫീസുകൾ വഴി കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇനി നമുക്ക് ഇത്തരം വിഷയങ്ങൾ പട്ടയം കയ്യിലേക്ക് ലഭിക്കാൻ താമസം വരുന്നത് ഒഴിവാക്കാനായിട്ടാണ് പട്ടയമേളയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. ഓരോ അസൈൻമെന്റ് ഓഫീസിലും കൃത്യമായി എപ്പോഴൊക്കെയാണോ പട്ടയം തീരുന്നത് അതനുസരിച്ച് ആൾക്കാർക്ക് മേടിക്കാനുള്ള സൗകര്യം കൊടുത്തിരിക്കുക. കട്ടപ്പന ടൗൺഷിപ്പിലെ കൈവശക്കാർക്ക് പട്ടയം അനുവദിക്കുന്നതിന് ഫീൽഡ് സർവേ നടപടികൾ പൂർത്തീകരിച്ചു. ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിലെ 3 ചെയിൻ പ്രദേശത്ത് ഭൂമിപതിവ് അനുവദിക്കുന്ന വിഷയം സർക്കാർ പരിഗണിച്ചു വരികയാണെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഇടുക്കി ജില്ലാതല ചടങ്ങിൽ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, ഇടുക്കി. സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ച സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഭരണാനുകൂല തൊഴിലാളി സംഘടനയായ CITU നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചു. വിഷയത്തിൽ 2 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. തൊഴിലാളി സംഘടനകളോട് ആലോചിക്കാതെ ഏകപക്ഷീയമായാണ് വിദേശ മദ്യചട്ടം ഭേദഗതി ചെയ്തതെന്ന് ഹർജിയിൽ പറയുന്നു. ഇത് ബാർ തൊഴിലാളികളെ തുടർച്ചയായി 14 മണിക്കൂർ ജോലി ചെയ്യാൻ നിർബന്ധിതരാക്കുന്നുവെന്നും CITU ചൂണ്ടിക്കാട്ടി. ഫെബ്രുവരി 13-നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബാർ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ച് ഉത്തരവ് ഇറക്കിയത്. ശബരിമല പടിപൂജ ബുക്കിംഗിൽ ക്രമക്കേട് കണ്ടെത്തി. കടുത്ത നടപടിയുമായി ഹൈക്കോടതി. വ്യാജ മേൽവിലാസത്തിൽ പടിപൂജ ബുക്ക് ചെയ്ത് മറിച്ചു വിൽക്കുന്നത് പരിശോധിക്കും. മുഴുവൻ രേഖകളും ഹാജരാക്കാൻ കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നു. അഡ്വക്കേറ്റ് രാജേഷ്, ഈ ശബരിമല വിഷയത്തിൽ സ്വർണ്ണക്കൊള്ള അടക്കം നമുക്ക് മുൻപിൽ നിൽക്കുമ്പോൾ വീണ്ടും അഴിമതി പുറത്തു വന്നിരിക്കുന്നു. ശബരിമല പടിപൂജ ബുക്കിംഗിൽ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നു. കടുത്ത നടപടിയാണല്ലോ ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും അശ്വതി, ഹൈക്കോടതി ശരിക്കും ഈ പടിപൂജ കാര്യം കൂടെ വന്നപ്പോൾ ഒരു ഞെട്ടിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം അത്ര വലിയ ക്രമക്കേടാണ് ഈ പടിപൂജ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. വ്യാജ മേൽവിലാസത്തിൽ പടിപൂജ ബ്ലോക്ക് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് അത് കൂടുതൽ തുകയ്ക്ക്, അതും ലക്ഷങ്ങളോ ചിലപ്പോൾ കോടികളോ ആയിരിക്കാം, കൂടുതൽ തുകയ്ക്ക് മറിച്ചു വിൽക്കുന്നു. മറിച്ചു വിറ്റിട്ട് അവരുടെ പേരിൽ പടിപൂജ നടത്തുന്നു. ഇത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ വിജിലൻസിനോട് ഇത് സംബന്ധിച്ച മുഴുവൻ രേഖകളും പിടിച്ചെടുത്ത് മുദ്രവച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കുവാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ ക്രമക്കേട് നടന്ന എത്ര വലിയ ഉന്നതനാണെങ്കിലും ഹൈക്കോടതി അത് കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു ദേവാലയത്തിൽ ഒരു പൂജ നടത്തുന്നതിന് പോലും അത് മറച്ചു വിറ്റ് കാശുണ്ടാക്കുന്ന അത്രയ്ക്ക് കൊള്ളയാണ് ഹൈക്കോടതിയിൽ നടക്കുന്നതെന്ന് അത് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കോടതി എന്ന് തന്നെ പറയാം. ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ പടിപൂജ ചെയ്യുന്ന ഇപ്പോൾ 10-20 വർഷം കഴിഞ്ഞ് പടിപൂജ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ബുക്കിംഗ് വന്നിട്ടുള്ളത്. പക്ഷേ നാമമാത്രം തുക, അല്ലെങ്കിൽ അതിന് 1.5 ലക്ഷം രൂപ മറ്റേ ഇത് കൊടുത്ത് പിന്നെ പടിപൂജ ബുക്ക് ചെയ്യാം. പക്ഷെ അത് മറിച്ചു വിൽക്കുന്നത് വലിയ തുകയ്ക്കാണ്. ആ രീതിയിൽ പടിപൂജ നടത്തുവാൻ ആൾക്കാരുണ്ട്. അപ്പോൾ വ്യാജ മേൽവിലാസത്തിൽ വരെ പടിപൂജ ബുക്ക് ചെയ്ത ശേഷം ബ്ലോക്ക് ചെയ്തുകൊണ്ട് അത് മറിച്ചു വിൽക്കുന്നുവെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ മുഴുവൻ രേഖകളും പിടിച്ചെടുത്ത് ഹൈക്കോടതിയിൽ മുദ്രവച്ച കവറിൽ ഹാജരാക്കുവാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശരി.
തീർച്ചയായും ശബരിമല പടിപൂജ ബുക്കിംഗിൽ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നു. കടുത്ത നടപടിയുമായി ഹൈക്കോടതി. വ്യാജ മേൽവിലാസത്തിൽ പടിപൂജ ബുക്ക് ചെയ്ത് മറിച്ചു വിൽക്കുന്നത് പരിശോധിക്കും. മുഴുവൻ രേഖകളും ഹാജരാക്കാനാണ് കോടതി ഇന്ന് നിർദ്ദേശം നൽകിയത്. വിവരങ്ങളാണ് അഡ്വക്കേറ്റ് രാജേഷ് കൊച്ചിയിൽ നിന്നും നൽകിയത്. കാസർഗോഡ് ജില്ലയിൽ NDAയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായി. മധൂർ റോഡിൽ ചുവരെഴുത്ത് നടത്തി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ മത്സരിക്കുമെന്ന സൂചനകളെ ഉറപ്പാക്കും വിധത്തിൽ കാസർഗോഡ് മധൂർ റോഡിൽ ചുമരെഴുത്ത് നടത്തിക്കൊണ്ട് K. സുരേന്ദ്രനും ജില്ലയിലെ BJP നേതാക്കളും ചേർന്ന് NDAയുടെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. ചുമരിൽ താമര വരച്ചുകൊണ്ടായിരുന്നു പ്രചരണാരംഭം. മഞ്ചേശ്വരത്ത് ഇത്തവണ വിജയമുറപ്പെന്നും കഴിഞ്ഞ 10 വർഷക്കാലം BJP പ്രതിനിധികളില്ലാത്തതിനാൽ മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്താതെ വികസന മുരടിപ്പാണ് ഉണ്ടായതെന്നും K. സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം കാസർകോട്ടെ വികസന പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള അവസരമാണ് BJPക്ക് അവസരം കിട്ടാത്തതുകൊണ്ട് നഷ്ടമായത്. ഞങ്ങൾക്ക് 2016 മുതൽ ഇവിടെ അവസരം ലഭിച്ചിരുന്നെങ്കിൽ 10 വർഷം കൊണ്ട് മോദി സർക്കാരിൻ്റെ സഹായത്തോടു കൂടി കാസർഗോഡിനെ ഏറ്റവും വികസനമുള്ള ഒരു നാടാക്കി ഞങ്ങൾക്ക് മാറ്റാൻ കഴിയുമായിരുന്നു. യഥാർത്ഥത്തിൽ അതാണ് ജനങ്ങൾക്ക് നഷ്ടമായത്. ഇവിടുത്തെ അന്ധമായിട്ടുള്ള BJP വിരോധം കാരണം, ഇവിടുത്തെ ജാതിമത ശക്തികളുടെ സമ്മർദ്ദം കാരണം യഥാർത്ഥത്തിൽ കാസർഗോഡിൻ്റെ വികസനത്തിനാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. മഞ്ചേശ്വരം, കാസർഗോഡ് നിയോജക മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുപ്പ് ചുമതല K. സുരേന്ദ്രനാണ്. BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, ജില്ലാ അധ്യക്ഷൻ ML അശ്വിനി തുടങ്ങിയ നേതാക്കളും സുരേന്ദ്രനൊപ്പമുണ്ടായി. അമൃത ന്യൂസ്, കാസർഗോഡ്. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് BJP ദേശീയ നിർവാഹക സമിതി അംഗം പത്മജ വേണുഗോപാൽ ചുവര് എഴുതിയാണ് പ്രചാരണം ആരംഭിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തനി ആവർത്തനം തൃശൂരിൽ ഉണ്ടാകുമെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പരസ്യ പ്രചരണത്തിന്റെ ഉദ്ഘാടനമാണ് അയ്യന്തോൾ അമർ ജവാൻ സ്ക്വയറിന് സമീപം പത്മജ വേണുഗോപാൽ നിർവഹിച്ചത്. പ്രവർത്തകർക്കും BJP നേതാക്കൾക്കും ഒപ്പം എത്തിയാണ് പത്മജ വേണുഗോപാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് ഉദ്ഘാടനം നിർവഹിച്ചത്. സുരേഷ് ഗോപിക്ക് ഐതിഹാസികമായ വിജയം സമ്മാനിച്ച തൃശൂരിൽ പുതുചരിത്രം പിറക്കുമെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് BJPയിലെത്തുമെന്നും വലിയ വിജയമാണ് തൃശൂരിൽ ഉണ്ടാകാൻ പോകുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. BJPയുടെ പ്രചരണം നമ്മൾ തുടങ്ങി, അതൊന്നും എനിക്കറിയില്ല. ഞാൻ മാക്സിമം എൻ്റെ പണി ഞാൻ ചെയ്യും, എന്നെ പണിയാതിരുന്നാൽ മതി. അല്ല, ഇനിയിപ്പോൾ അതെ ഞാനല്ല വേറെ ആളാണെങ്കിലും എൻ്റെ പ്രവർത്തന മണ്ഡലം തൃശ്ശൂർ തന്നെയായിരിക്കും. തൃശ്ശൂർ ആര് നിൽക്കണോ അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തൃശൂരിൽ ചുവരെഴുതിക്കൊണ്ടാണ് സംസ്ഥാന തലത്തിലെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിൽ 6 ലീഡ് ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി വിജയം കൈവരിച്ചത്. അതിന് സമാനമായിട്ടുള്ള മുന്നേറ്റം നിയമസഭയിലും ആവർത്തിക്കുമെന്ന് BJP ആത്മവിശ്വാസത്തോടെ പറയുന്നു. BJP തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ്, ജനറൽ സെക്രട്ടറിമാരായ സുജയ് സേനൻ, അഡ്വക്കേറ്റ് K. ഹരി എന്നിവരും പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അമൃത ന്യൂസ്, തൃശൂർ. കാസർഗോഡ് ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള CPM LDF സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായത്. കാസർഗോഡ് സീറ്റിൽ INL സ്ഥാനാർത്ഥിയും മഞ്ചേശ്വരത്ത് ഇടത് സ്വതന്ത്രനും മത്സരിക്കും. CPM ശക്തി കേന്ദ്രമായ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CATU നേതാവുമായ ഡോക്ടർ VPP മുസ്തഫയുടെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏറെ ജനകീയനായ ഡോക്ടർ VPP മുസ്തഫയെ രംഗത്തിറക്കുന്നതിലൂടെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ഭൂരിപക്ഷത്തിൽ CPMനുണ്ടായ വോട്ടെടുവ് നികത്താമെന്ന വിലയിരുത്തലുകൾ നേതൃത്വത്തിനുണ്ട്. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ CPI സംസ്ഥാന നേതാവും മുൻ ജില്ലാ സെക്രട്ടറിയുമായ ഗോവിന്ദൻ പള്ളിക്കാപ്പിലും ഉദുമ നിയോജക മണ്ഡലത്തിൽ സിറ്റിംഗ് MLAയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ CH കുഞ്ഞമ്പൂവും കളത്തിലിറങ്ങുമെന്നാണ് വിവരം. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ
INL നേതാവ് അസീസ് കടപ്പുറത്തിന്റെ പേരാണ് സാധ്യതാ പട്ടികയിലുള്ളത്. കനത്ത ത്രികോണ മത്സരത്തിന് വേദിയാകുന്ന മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്രനായി ഷാനവാസ് പാദൂരിനെ രംഗത്തിറക്കാനാണ് സാധ്യത. ഷാനവാസിന് പുറമെ മഞ്ചേശ്വരത്തെ CPM നേതാവ് KR ജയാനന്ദയുടെ പേരും പട്ടികയിലുണ്ട്. കോൺഗ്രസ് വിട്ട് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് കഴിഞ്ഞ ഭരണത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി വന്ന ഷാനവാസ് പാദൂരിനെ LDF കളത്തിലിറക്കിയാൽ അത് UDF വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തലുകൾ. അമൃത ന്യൂസ്, കാസർഗോഡ്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹം താൻ പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് M. മുകേഷ് MLA. കഴിഞ്ഞ ദിവസം ചേർന്ന CPM ജില്ലാ കമ്മിറ്റി കൊല്ലം മണ്ഡലത്തിൽ S. ജയമോഹനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നു. ഇതിലായിരുന്നു മുകേഷിന്റെ പ്രതികരണം. ചാൻസ് ചോദിച്ച് ഞാൻ എങ്ങും പോയിട്ടില്ല. ജനം വികസനത്തിന് വോട്ട് ചെയ്യുമെന്നും M. മുകേഷ് കൊല്ലത്ത് പറഞ്ഞു. ഒരിക്കലും ഒരാഗ്രഹവും പ്രകടിപ്പിച്ചില്ല. ആ പരിപാടിയൊക്കെ അങ്ങ് നിർത്തിവെച്ചേര്. ഞാൻ എന്താ പറഞ്ഞത്, പാർട്ടി എന്താ തീരുമാനിക്കുന്നത് അതനുസരിച്ച് നടക്കും. അതാണ് നമ്മളുടെ ഒരു രീതി. ഞാൻ സിനിമയിൽ ഒരു ചാൻസ് ഞാൻ ചോദിച്ചിട്ടില്ല, രാഷ്ട്രീയത്തിലൊരു ചാൻസ് ചോദിച്ചിട്ടില്ല, എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞാണ്. ഇപ്പോൾ അങ്ങനെ ജയമോഹൻ സഖാവിനെയാണ് നിയമിക്കുന്നത് പിന്നെ സ്ഥാനാർത്ഥിയെങ്കിൽ പൂർണ്ണമായി അദ്ദേഹത്തിനോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ്. തീർച്ചയായിട്ടും ജയിക്കുകയും ചെയ്യും. പിന്നെ എല്ലാവരും നിങ്ങളെ മറച്ചു വെക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടെ ഈ കോർപ്പറേഷൻ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പം പല സ്ഥലത്തും മാറ്റം വന്നെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ കൊല്ലം മണ്ഡലത്തിൽ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFനുണ്ട്. ഒരുപാട് പേര് അത് മറച്ചു വെച്ചു. അപ്പം നമ്മൾ ഇറങ്ങിപ്പോകുമ്പം അഭിമാനത്തോടുകൂടി ഈ നമ്മളവിടെ ചെയ്ത നല്ല കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും കൊല്ലം മണ്ഡലത്തിലുള്ളവരെ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെയാണ് ഈ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. നേമത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിനുള്ളിൽ ചർച്ച സജീവം. MM ഹസനിലേക്ക് ചർച്ച നീളുന്നു. ഹസൻ സ്ഥാനാർത്ഥിയായാൽ മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ JS അഖിലും നേമം ഷജീറും സാധ്യതാ പട്ടികയിൽ ഉണ്ട്. CPM-ഉം BJP-യും ഏറെക്കുറെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞ മണ്ഡലത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ ചർച്ചകൾ സജീവമാക്കുന്നത്. BJP-ക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം ഏറെ നിർണായകവുമാണ്. ആദ്യഘട്ടത്തിൽ പ്രാദേശിക നേതാക്കളെ കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടന്നെങ്കിലും ഇപ്പോൾ സംസ്ഥാന നേതാക്കൾ മത്സര രംഗത്ത് വരണമെന്ന ആവശ്യം ശക്തമാണ്. KPCC മുൻ അധ്യക്ഷനും UDF മുൻ കൺവീനറുമായ MM ഹസന്റെ പേരാണ് സജീവമായിട്ടുള്ളത്. MM ഹസനെ പോലുള്ള മുതിർന്ന നേതാവ് മത്സരിച്ചാൽ നേമത്ത് UDFന് ജയസാധ്യത കൽപ്പിക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾ നിലനിർത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 35,000-ഓളം മുസ്ലിം വോട്ടുകളാണ് മണ്ഡലത്തിലുള്ളത്. MM ഹസൻ സ്ഥാനാർത്ഥിയായാൽ ആ വോട്ടുകൾ ഏകീകരിക്കപ്പെടുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ തവണ K. മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ലഭിച്ച വോട്ടുകൾ UDFന് നഷ്ടമാകാതിരിക്കണമെങ്കിൽ കരുത്തനായ മറ്റൊരു നേതാവ് തന്നെ കളത്തിൽ ഇറങ്ങണമെന്നാണ് വലിയൊരു വിഭാഗം വാദിക്കുന്നത്. പക്ഷേ MM ഹസന്റെ സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹസന് പുറമെ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ JS അഖിലിന്റെയും നേമം ഷജീറിന്റെയും പേരുകളും സാധ്യതാ പട്ടികയിലുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചിയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ കാറിടിച്ച് തെറിപ്പിച്ചു. എറണാകുളം നോർത്ത് സ്റ്റേഷൻ ASI PN സന്തോഷിനാണ് പരിക്കേറ്റത്. വാഹനമോടിച്ച് 2 പേരെ കൊല്ലത്തു നിന്നും പിടികൂടി. ഇന്നലെ പുലർച്ചെ 2:30-ഓടെ കലൂർ ശാസ്താ റോഡിലാണ് സംഭവമുണ്ടായത്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ SI അടക്കമുള്ള സംഘം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് ഒരു കാറിൽ 2 പേർ എത്തിയത്. കാർ നിർത്താൻ പോലീസ് ശ്രമിച്ചെങ്കിലും നിർത്താതെ പോയി. 2 പോലീസ് ഉദ്യോഗസ്ഥർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പോലീസ് ഡ്രൈവറായ ASI സന്തോഷിനെ കാറിടിച്ചു. ബോണറ്റിലേക്ക് വീണ സന്തോഷിനെയും കൊണ്ട് 20 മീറ്ററോളം കാർ പാഞ്ഞു. തുടർന്ന് സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ ASI സന്തോഷ് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ASIയുടെ കാലിനും കൈക്കും പരിക്കേറ്റു. രക്ഷപ്പെട്ട പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷംനാദ്, ഇർഷാദ് എന്നിവരെയാണ് കൊല്ലത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അമൃത ന്യൂസ്, കൊച്ചി. പത്തനംതിട്ട ജനറൽ ആശുപത്രി വളപ്പിൽ മരുന്ന് വാങ്ങാനെത്തിയ വയോധികന് ചക്ക വീണ് പരിക്ക്. അത്യാഹിത വിഭാഗത്തിന് മുന്നിലെ ക്യൂവിൽ നിന്നും മാറി നിൽക്കുന്നതിനിടയിലാണ് പ്ലാവിലെ ചക്ക അടർന്ന് വീണ അപകടമുണ്ടായത്. തലയ്ക്കും കാലിനും പരിക്കേറ്റു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഫാർമസിക്ക് സമീപം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. ഓമല്ലൂർ ക്ഷേത്ര ജംഗ്ഷന് സമീപം കോലേലിൽ വീട്ടിൽ 78-കാരനായ ഗംഗാധരൻ നായർക്കാണ് പരിക്കേറ്റത്. ഡോക്ടറെ കണ്ട ശേഷം മരുന്ന് വാങ്ങാനായി ഫാർമസിയിലെത്തിയ ഗംഗാധരൻ നായർ അത്യാഹിത വിഭാഗത്തിന് മുന്നിലെ തിരക്ക് കണ്ട് അല്പം മാറി നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് സമീപത്തെ പ്ലാവിലുണ്ടായിരുന്ന ചക്കയടർന്ന് ഇദ്ദേഹത്തിന്റെ തലയിലേക്ക് വീണത്. ചക്ക വീണ ആഘാതത്തിൽ ബോധരഹിതനായ ഇദ്ദേഹത്തെ ഉടൻ തന്നെ അവിടെയുണ്ടായിരുന്നവർ ചേർന്ന് അത്യാഹിത വിഭാഗത്തിലെത്തിച്ചു. പരിശോധനയിൽ തലയ്ക്കും കാലിനും
കാലിനും പരിക്കേറ്റതായി കണ്ടെത്തി. എന്നാൽ CT സ്കാനിങ്ങിൽ മറ്റ് ആന്തരിക പ്രശ്നങ്ങളില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആശുപത്രി വളപ്പിലെ അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനായി സോഷ്യൽ ഫോറസ്ട്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. അപ്പോൾ തന്നെ പേഷ്യന്റ് കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി ഞങ്ങളെല്ലാം നോക്കി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ CT സ്കാൻ എടുത്തു, അതിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നാലും ഞങ്ങളിവിടെ ഒബ്സർവേഷനിൽ വെച്ചു. കാരണം ഒരു ദിവസം നമ്മുടെ ന്യൂറോളജിസ്റ്റ് വന്ന് കണ്ട ഒബ്സർവേഷനിൽ ഒരു ദിവസം വെച്ചു. ഇന്ന് നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല പേഷ്യന്റിനെ വിടും. സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. പ്രതീകാത്മകമായി പ്ലാവിൽ ചക്ക തൂക്കിയിട്ടും തലയിൽ ഹെൽമറ്റ് വെച്ചുമാണ് ഇവർ പ്രതിഷേധിച്ചത്. കൊല്ലുന്നേ 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 ജനങ്ങളെയാകെ കൊല്ലുന്നേ ജനങ്ങളെയാകെ കൊല്ലുന്നേ പ്രതിഷേധം 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 യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം. ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ മേൽ ചക്കയും മറ്റ് നിർമ്മാണ വസ്തുക്കളും വീഴുന്നത് പതിവ് സംഭവമാണെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. അമൃത ന്യൂസ്, പത്തനംതിട്ട. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ റോട്ടറി ഇന്റർനാഷണൽ 3204 സഹകരണത്തോടെ നടപ്പിലാക്കുന്ന GTech വുമൺ പവർ പദ്ധതിയുടെ 4ാം ഘട്ടത്തിന് മാർച്ച് 8 കോഴിക്കോട് തുടക്കമാകും. രാജ്യത്തെ വിവിധ GTech സെന്ററുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 1003 വനിതകൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനവും 6 മാസത്തിനകം ജോലിയും ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S. ജയശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 35 വയസ്സിന് താഴെയുള്ളവർക്ക് ഓൺലൈനായോ നേരിട്ടോ അപേക്ഷിക്കാം. GTechന്റെ ജോബ് പ്ലേസ്മെന്റ് സെല്ലായ ജോബ്സ് ബാങ്ക് വഴിയാണ് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് നിയമനം നൽകുക. കാലിക്കറ്റ് ടവറിൽ നടന്ന പരിപാടിയിൽ GTech GMK B നന്ദകുമാർ, അക്കാദമിക് HOD ജോസഫ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 3 വർഷങ്ങളായി 3000-ലധികം വനിതകൾക്ക് ഈ പദ്ധതിയിലൂടെ ജോലി ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ഇത് വനിതകൾക്കുള്ള സമ്മാനമാണെന്നും GTech ചെയർമാൻ മെഹറൂഫ് മണലുടി പറഞ്ഞു. കോഴ്സ്, ഡിസൈനിങ് കോഴ്സ്, അക്കൗണ്ടിങ് കോഴ്സ് ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ചുള്ള രീതിയിലേക്കുള്ള കോഴ്സുകളാണ്. ആ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ 100% ഒരു സ്ഥാപനത്തിൽ അവർക്കൊരു ജോലി കൊടുക്കും. ഇതാണ് ഈ വുമൺ പവർ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന വനിതകൾക്കാണ് ഈ ഒരു പദ്ധതിയിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. ക്ലാസ് തുടങ്ങി ഏകദേശം 6 ഈ വർഷം തന്നെ 2026 ഡിസംബർ ആകുമ്പോഴത്തേക്ക് അവർ നല്ലൊരു ജോലിയിലേക്ക് കയറും. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഒരു പദ്ധതിയാക്കിയിട്ടുള്ളത്.